ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ ഡിന്നറിനൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോടുമായിട്ട് ഇന്ന് ഷെയർ ആക്കുന്നത്. ഇതിവിടെ ഞാൻ മുട്ട പിസയും കുക്കുംബറാണ് നമ്മുടെ ഡിന്നർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹെവി ആയിട്ടുള്ള ഒരു ഡിന്നറും കൂടി ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമേ ഞാൻ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഹാഫ് രീതിയിൽ ഞാൻ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ഐറൺ പാനിലാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് റെഡ് ചില്ലി പൗഡറും കുറച്ച് ബ്ലാക്ക് പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് കുക്കാവണം. അടിഭാഗം മൊത്തത്തിൽ അങ്ങ് കുക്കായതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ക്യാപ്സിക്കം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ആക്കാം. വെജിറ്റബിൾസ് അങ്ങനെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വെറും മുട്ടയുടെ പിസയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുട്ട പിസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട പിസയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഒരഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു പിസയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഇവിടെ മുട്ട പിസ റെഡി ആയിട്ടുണ്ട്. കാരണം ചീസ് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടുമല്ലോ. ഞങ്ങൾക്ക് കാണാനും പറ്റും. ഞാൻ ഇത് സൂമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഞാനിത് ഐറൺ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് വിട്ട് വരില്ലെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഈസിൽ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് അടിഭാഗത്ത് വെളിച്ചെണ്ണയാണ് ഞാനിതിൽ യൂസ് ആക്കിയിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പ്ലേറ്റിംഗ് ഒക്കെ ആക്കുക. ഇതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് പേടിച്ചു പോയി, ഇതിന് വിട്ട് വരില്ല എന്ന്. ആ പേടി കാരണമാണ് ഇതൊരു സൈഡ് ഇങ്ങനെ ഒന്നും പൊട്ടിപ്പോയിട്ടുള്ളത്. അല്ലാത്ത വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതിവിടെ മുട്ട പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഞാൻ കുക്കുംബറാണ് ചൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പക്ഷേ ഇങ്ങനൊന്ന് ഡിന്നർ നിങ്ങളൊന്ന് കഴിച്ചിട്ട് നോക്കുക, നല്ല ഹെവി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഈ കുക്കുമ്പറിലിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ബ്ലാക്ക് പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒലിവ് ഐസും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ എൻ്റെ മുട്ട പിസയും കുക്കമ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരാൾ കഴിക്കാനല്ല, ഇതൊരു 2 ആൾക്കെങ്കിലും കഴിക്കാൻ പറ്റും. നിങ്ങൾ ഒരാൾക്കാണെങ്കിൽ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. നല്ല ഹെവി ആയിട്ടുള്ള ഡിന്നർ തന്നെ ആയി പോകുന്നുണ്ട്. ഒരാൾക്ക് ഇതെന്തായാലും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് ഇവിടെ ഞാൻ എന്തായാലും കഴിച്ചിട്ട് നോക്കി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക.